നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 6 മണിക്കുള്ള മാർക്കറ്റ് ദിസ് വീക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ മാർക്കറ്റിൽ നടന്ന കാര്യങ്ങൾ ഒന്ന് ബ്രീഫായിട്ട് പെട്ടെന്ന് നോക്കാം. രണ്ടാഴ്ചയായിട്ട് നമ്മുടെ മാർക്കറ്റിൽ ഒരു കൺസോളിഡേഷൻ ആയിരുന്നു കാണുവാനായിട്ട് സാധിച്ചിരുന്നത്. 527 പോയിന്റുകളുടെ റേഞ്ചിലാണ് കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി വ്യാപാരം നടത്തിയത്. ഇന്ത്യ വിക്സിൽ കഴിഞ്ഞ ആഴ്ച 9% ഇടിവ് രേഖപ്പെടുത്തി. 2 മാസങ്ങൾക്ക് ശേഷം ഇന്ത്യ വിക്സ് 15 എന്ന നിലയിൽ നിന്ന് താഴേക്ക് പതിച്ചു. നിലവിൽ നിലനിൽക്കുന്നത് 14.63 എന്ന ലെവലിലാണ്. വെള്ളിയാഴ്ച വന്ന RBIയുടെ പുതിയ മോണിറ്ററി പോളിസിയുടെ ഒരു ട്രിഗറിൽ ബാങ്ക് നിഫ്റ്റിക്കും ഫിൻ നിഫ്റ്റിക്കും ഒപ്പം നിഫ്റ്റിക്കും റാലി രേഖപ്പെടുത്താൻ സാധിച്ചു. വീക്കിലി ബേസിസിൽ 252.35 പോയിന്റ് നേട്ടമാണ് നിഫ്റ്റിക്ക് കൈവരിക്കാൻ സാധിച്ചത്. അതായത് 1.02%. മെയ് മാസം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ജൂണിലേക്ക് വരുമ്പോൾ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഏകദേശം 3565.88 കോടി രൂപയുടെ. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 25,513.43 കോടി രൂപയ്ക്ക് ഈ ജൂൺ മാസം ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിനെ ബൈ നടത്തി സപ്പോർട്ട് ചെയ്തു. ഇനി ഈ ആഴ്ചത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രധാനമായിട്ടും 7 ഘടകങ്ങളാണ് നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ സ്വാധീനിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ സ്വാധീനിക്കാൻ പോകുന്നത് US മാർക്കറ്റ് തന്നെയാണ്. വെള്ളിയാഴ്ച രാവിലെ നമ്മൾ കാണുവാൻ സാധിച്ചു US മാർക്കറ്റിന്റെ ഇടിവ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എലോൺ മസ്കും തമ്മിലുള്ള പ്രശ്നത്തിൽ. പക്ഷേ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം യുഎസിന്റെ ജോബ് ഡാറ്റ എക്സ്പെക്ട് ചെയ്യുകയായിരുന്നു. പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ലൊരു ജോബ് റിപ്പോർട്ടാണ് US നിന്ന് വന്നത്. തൽഫലമായി തന്നെ വെള്ളിയാഴ്ച S&P 500ഉം നാസ്ഡാക്ക് ഒക്കെ 1%-ലേറെ നേട്ടം കൈവരിച്ചുകൊണ്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്നത്തെ സാഹചര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ മസ്കും ട്രംപും തമ്മിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കുകയാണ്. ട്രംപ് മസ്കിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. വേണ്ടി വന്നു കഴിഞ്ഞാൽ സ്പേസ് എക്സ് പ്രസിഡന്റിന് പിടിച്ചെടുക്കുമെന്നും വേണ്ടി വന്നാൽ മസ്കിനെ നാട് കടത്തുന്നതും വരെയുള്ള കാര്യങ്ങളിലേക്ക് ട്രംപ് കയറി പറയുകയുണ്ടായി. തൽഫലമായി തന്നെ അത് ഗ്ലോബൽ മാർക്കറ്റിലും നാളെ ചിലപ്പോൾ റിഫ്ലക്റ്റ് ആകാം. വെള്ളിയാഴ്ച യൂറോപ്യൻ മാർക്കറ്റ്സും സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. പക്ഷെ ഏഷ്യൻ മാർക്കറ്റ്സിൽ ഒരു മിക്സ്ഡ് സെന്റിമെന്റ്സ് ആയിരുന്നു. രണ്ടാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പോകുന്നത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടറിയേണ്ടതായിട്ട് വരും, വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ കണ്ടിന്യൂ ആയിട്ട് ബൈ ചെയ്യുവോ അല്ലെങ്കിൽ ഈ മാസം മുതൽ വീണ്ടും അവർ തിരിച്ച് സെല്ലിങ്ങിലേക്ക് പോകുവോ എന്നുള്ളതൊക്കെ. മൂന്നാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പോകുന്നത് ഡെഫിനറ്റ്ലി ടെക്നിക്കൽ ഫാക്ടേഴ്സ് ആണ്. നമ്മുടെ മാർക്കറ്റ് ഇപ്പൊ 25,000 എന്ന സൈക്കോളജിക്കൽ ലെവലിൽ ക്ലോസ് ചെയ്തുവെങ്കിൽ ഇനി നമുക്ക് കാണേണ്ടതായിട്ട് വരുന്നത് ഇത് 25,150, 25,200, 25,250 എന്ന റേഞ്ചുകൾ നിഫ്റ്റിയിൽ ഒരു ഹേർഡിലായിട്ട് ഫേസ് ചെയ്യുവാൻ സാധ്യതകളുണ്ട്. ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണെങ്കിൽ 25,500 എന്ന ലെവലിൽ നമുക്ക് നിഫ്റ്റിയെ കാണുവാനായിട്ട് സാധിക്കും. തുടർന്ന് 25,700 എന്ന ലെവലും നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുകയില്ല. ഇതൊക്കെ ടെക്നിക്കൽ ഫാക്ടേഴ്സ് ആണ്. ഇതൊരിക്കലും കോൺക്രീറ്റ് അല്ല. മാർക്കറ്റില് സപ്പോർട്ടും റെസിസ്റ്റൻസ് ഒക്കെ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. അതുപോലെ തന്നെ നിഫ്റ്റി 25,000 എന്ന റേഞ്ചിന് താഴേക്ക് വരികയാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ സപ്പോർട്ടായിട്ട് വരിക 24,700, ഡൗൺ സൈഡിലേക്ക് 24,380 ഒരു ക്രൂഷ്യൽ ലെവൽ ആകാൻ ചാൻസ് ഉണ്ട്. കാരണം അവിടെയായിരുന്നു കഴിഞ്ഞ മാസം 12-ാം തീയതി 1000 പോയിന്റിന്റെ റാലി നിഫ്റ്റി നടത്തിയ ദിവസം നിഫ്റ്റി ഓപ്പൺ ആയ റേഞ്ച്. നാലാമതായി നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ രൂപയും ഡോളറും തമ്മിലുള്ള വിനിമയ നിരക്കാണ്. വെള്ളിയാഴ്ച ഇന്ത്യൻ രൂപ നേട്ടമാണ് കൈവരിച്ചത്, കാരണം RBIയുടെ മോണിറ്ററി പോളിസി മൂലം. എങ്കിലും 0.2% ഇടിവാണ് US ഡോളറുമായിട്ട് വീക്ക്ലി ബേസിസിൽ ഇന്ത്യൻ രൂപയ്ക്ക് നഷ്ടമായത്. അഞ്ചാമതായി നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഘടകം കോർപ്പറേറ്റ് ആക്ഷൻ തന്നെയാണ്. ക്വാർട്ടർ 4 റിസൾട്ടുകൾ ഒക്കെ കഴിഞ്ഞെങ്കിൽ കൂടിയും ഇനി പ്രധാനപ്പെട്ട കമ്പനികളുടെയൊക്കെ ഡിവിഡൻഡും സ്റ്റോക്ക് സ്പ്ലിറ്റും റൈറ്റ് ഇഷ്യൂവും ബോണസ് ഷെയറിന്റെ
തുടങ്ങിയുള്ള കാര്യങ്ങൾ ഇനി അപ്കമിങ് ആയിട്ട് വരുന്നുണ്ട്. ഈ കാര്യങ്ങൾ നമ്മുടെ മാർക്കറ്റിനെ സാരമായി തന്നെ ബാധിക്കും. ഈ വരുന്ന ആഴ്ച ഇൻവെസ്റ്റേഴ്സ് കീനായിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടാറ്റ ഗ്രൂപ്പിന്റെ 5 സ്റ്റോക്കുകളും അദാനി ഗ്രൂപ്പിന്റെ 5 സ്റ്റോക്കുകളുമാണ്. കാരണം അവയുടെയൊക്കെ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് വരുന്നത് ഈ ആഴ്ചയിലാണ്. ടാറ്റ ഗ്രൂപ്പിൽ നോക്കുമ്പോൾ നെൽകോ, ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ, ടാറ്റ ഇലക്സൈ, ടാറ്റ കെമിക്കൽസും ട്രെൻഡിന്റെയൊക്കെ എക്സ് ഡിവിഡൻഡ് ഈ ആഴ്ചയിലാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ അദാനി ഗ്രൂപ്പിലേക്ക് വരുവാണെങ്കിൽ ACC സിമന്റ്, അദാനി എന്റർപ്രൈസസ്, അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ, അംബുജ സിമെന്റിന്റെയും അതുകൂടാതെ അദാനി ടോട്ടൽ ഗ്യാസിന്റെയൊക്കെ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ഈ ആഴ്ചയിലാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ആറാമതായി സ്വാധീനിക്കാൻ പോകുന്നത് IPO ആണ്. ഈ ആഴ്ച മെയിൻ ബോർഡ് IPOs ഒന്നും തന്നെ ഇല്ല. ഫൈനലായിട്ട് ഏഴാമതായിട്ട് നമ്മളെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്നത് ക്രൂഡ് ഓയിലിന്റെ പ്രൈസസ് ആണ്. കാരണം ക്രൂഡ് ഓയിലിന്റെ പ്രൈസസ് ഡയറക്റ്റ് ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ അടുത്ത ആഴ്ചത്തെ ക്രൂഡ് ഓയിൽ പ്രൈസ് നമ്മളെ കണ്ടു തന്നെ അറിയണം. നിലവില് നിഫ്റ്റിയെ പ്രധാനമായും ലാഗ് ചെയ്യിക്കുന്ന സെക്ടറുകൾ FMCGയും നിഫ്റ്റി മെറ്റലും ഫാർമ ഇൻഡസ്ട്രീസ് ഒക്കെയാണ്. തത്സമയം തന്നെ നിഫ്റ്റി എനർജി, മീഡിയ, റിയാലിറ്റി, ഓട്ടോ ഇൻഡസ്ട്രീസ് ഒക്കെ ഇംപ്രൂവ് സ്ലൈറ്റ്ലി ചെയ്യുന്നുണ്ട്. നിഫ്റ്റി ITയും സ്റ്റിൽ ലാഗിങ് ആണ്. സോ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെക്കുക. ഓരോ ദിവസവും ഇത് കൂടാതെ പ്രധാനപ്പെട്ട കുറേ ഗ്ലോബൽ ഇവന്റ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ആഴ്ച നമ്മുടെ മാർക്കറ്റിന്റെ ഗതി നിർണ്ണയിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെക്കുക. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആയിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് നാളെ രാവിലെ 8 മണിക്ക് പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അവിടെ നമുക്ക് നാളത്തെ ട്രേഡിംഗ് സെക്ഷനെ കുറിച്ചും മാർക്കറ്റ് ട്രെൻഡിനെ കുറിച്ചും ഗ്ലോബൽ മാർക്കറ്റ്സിനെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കുമായി ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.